ദേവർഷി, അങ്ങ് ഇത്? ഞാൻ ജയം മുഴക്കുന്നത് കൊണ്ട് ആ ദുഷ്ടൻ സ്വർഗാധിപതി ആകുമോ? ദേവരാജ, സങ്കട നിവൃത്തിക്കായി ചില വാക്കുകൾ വ്യർത്ഥമാക്കേണ്ടി വരും. പക്ഷേ അവയുടെ അർത്ഥം നഷ്ടമാകുമോ? നാരായണ നാരായണ. അതായത് നാരദലീല? ആഹാ, കാലത്തിനൊത്ത കോലം. എന്താണ് അവിടെ രഹസ്യം പറയുന്നത്? രഹസ്യമല്ല, കേവലം സത്യം. ഞാൻ ശ്രമിക്കുകയായിരുന്നു മഹാരാജൻ താരകാസുരന് ജയഘോഷം മുഴക്കുന്ന സത്യം ഇവരുടെ ബുദ്ധിയിൽ കയറ്റാൻ. പറയൂ, അസുരാധിപതി മഹാരാജൻ താരകാസുരൻ ജയിക്കട്ടെ! അസുരാധിപതി മഹാരാജൻ താരകാസുരൻ ജയിക്കട്ടെ! അസുരാധിപതി മഹാരാജൻ താരകാസുരൻ ജയിക്കട്ടെ! ഇന്ദ്രൻ മഹാരാജൻ താരകാസുരന് ജയഘോഷം മുഴക്കുന്നു. അദ്ദേഹത്തെ സ്വർഗാധിപതിയായി സ്വീകരിച്ചു. ഇന്ദ്രനോടൊപ്പം സർവ്വദേവന്മാരും സ്വീകരിച്ചു കഴിഞ്ഞു. ഭഗവാൻ ശിവൻ എന്നോട് താരകാസുരനെ ഉപദേശിക്കാൻ ആജ്ഞാപിച്ചിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. നിങ്ങളെല്ലാം ജയഘോഷം മുഴക്കിക്കൊണ്ട് അങ്ങ് സ്വർഗത്തിലേക്ക് വരണം. നാരായണ നാരായണ. അസുരാധിപതി മഹാരാജൻ താരകാസുരൻ ജയിക്കട്ടെ! വിട്ടയ്ക്കവര്! അസുരാധിപതി മഹാരാജൻ താരകാസുരൻ ജയിക്കട്ടെ! അസുരാധിപതി മഹാരാജൻ താരകാസുരൻ ജയിക്കട്ടെ! നടക്ക്! മഹാരാജൻ താരകാസുരൻ ഈ വാർത്ത അറിയിക്കണം. ദേവരാജൻ അദ്ദേഹത്തിന് ജയഘോഷം മുഴക്കി. അദ്ദേഹത്തെ സ്വർഗാധിപതിയായി സ്വീകരിച്ചു. നടന്നോ? സ്വർഗാധിപതി താരകാസുരൻ മഹാരാജൻ താരകാസുരൻ ജയിക്കട്ടെ! ജയിക്കട്ടെ! ഇതെന്താണ് നീ പറയുന്നത് മേഘാസുര? സത്യമെന്തോ അത് പറയുന്നു മഹാരാജൻ. ദേവന്മാർ നമ്മുടെ ശക്തിയെയും സാമർത്ഥ്യത്തെയും ഭയന്നു തുടങ്ങി. അവർ സ്വർഗത്തിൽ അങ്ങയുടെ ആധിപത്യം സ്വീകരിച്ചു കഴിഞ്ഞു. ഇതാണ് പറ്റിയ സമയം. നാം സ്വർഗത്തെ ആക്രമിച്ച് അവിടെ അധികാരം സ്ഥാപിക്കുവാൻ. മേഘാസുര, ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് നീ നമ്മേക്കാൾ ബുദ്ധിമാനാണെന്ന്. നിന്റെ ഉത്തരം കേട്ട് നാം അത്യന്തം സന്തുഷ്ടനായി. ദേവന്മാർ ഭയപ്പെട്ടിരിക്കും. അവർക്കൊന്നും ചെയ്യാനാകില്ല. ആക്രമണത്തിന് തയ്യാറെടുക്ക്. നാരായണ നാരായണ. ആ തെറ്റൊരിക്കലും ചെയ്യരുത് ദൈത്യരാജ. താങ്കൾ സ്വർഗലോകത്തെ ആക്രമിച്ചാൽ ഭഗവാൻ ശിവശങ്കരൻ അങ്ങയുടെ കോപിഷ്ഠനാകുമെന്ന് ഉറപ്പ്. ഇതിനു മുൻപും താങ്കൾ സ്വർഗലോകത്തിൽ ആക്രമണം നടത്തിയതിന്റെ പരിണാമം ഭയങ്കരമായിരുന്നു. പോഴാ ദേവന്മാരുടെ ജയജയരാമം. ശാന്തനാഗ് മേഘാസുര, ഞാൻ ചിന്തിക്കട്ടെ. നാരായണ നാരായണ. അങ്ങയോടൊത്ത് ആലോചിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് ദൈത്യരാജ. ഭഗവാൻ ശിവശങ്കരൻ ഇതിനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഭഗവാൻ ശിവശങ്കരന്റെ സന്ദേശം അറിഞ്ഞാൽ താങ്കൾ പ്രസന്നനാകും. സന്ദേശം? എന്ത് സന്ദേശം? വേഗം പറയുന്നാരതാ. ഞാൻ ഇവിടെ ഭഗവാൻ ശിവശങ്കരൻ അയച്ച ശാന്തിയുടെ സന്ദേശവുമായി വന്നതാണ്. താങ്കൾ ദേവന്മാരെയും ഋഷിമാരെയും ആക്രമിക്കുന്നത് നിർത്തിയാൽ ശിവന്റെ കൃപ താങ്കൾക്കും ലഭിക്കും. ദേവന്മാരോടുള്ള അത്യാചാരം സമാപ്തമായാൽ താങ്കളുമായുള്ള ശിവപുത്രന്റെ ആക്രമണവും സമാപ്തമാകും. അപ്പോൾ എല്ലാറ്റിനും മൂലം അക്രമമാണ്. സത്യം അത് തന്നെയാണ് ദൈത്യരാജ. അക്രമം കൊണ്ട് ആരും ഒന്നും നേടുന്നില്ല. ആർക്കും ഗുണവും ഉണ്ടായില്ല. ഉണ്ടായിട്ടില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല ദൈത്യരാജ. നാരായണ നാരായണ. അതും സത്യമാണ്. അപ്പോൾ സത്യത്തെ സ്വീകരിക്കുന്നതിൽ ആപത്തെന്താണ്? വിളംബം എന്തിനാണ് ദൈത്യരാജ? ഈ സത്യം ജഗത് വിദിതമാണ്. ആര് ശിവന്റെ ആജ്ഞയനുസരിച്ച് ജീവിക്കുന്നുവോ ശിവൻ അവരെ സദാ സംരക്ഷിക്കുന്നു. നാരദ, നീ പറഞ്ഞതുണ്ടല്ലോ, അത് സത്യമാണ്. പക്ഷേ വേണ്ട മഹാരാജ, വേണ്ട. അങ്ങ് നാരദന്റെ സൂത്രത്തിൽ കുടുങ്ങരുത്. ഇവൻ ദേവന്മാരുടെ മിത്രമാണ്, നമ്മുടെ ശത്രുവുമാണ് മഹാപ്രഭോ. ഇവൻ ഒരിക്കലും നമുക്ക് ഗുണം പ്രവർത്തിക്കുകയില്ല. മഹാരാജൻ, ദേവന്മാർ സ്വയം അങ്ങയെ സ്വർഗാധിപതിയായി അംഗീകരിച്ച ശേഷം ചിന്തിക്കാൻ എന്തുണ്ട്? എന്ത് സന്ദേശം പിന്നെ? മേഘാസുരൻ പറഞ്ഞത് ശരിയാണ് സ്വാമിൻ. സ്വർഗത്തെ നമുക്ക് ഉടനെ ആക്രമിക്കണം, അവിടെ അധികാരം സ്ഥാപിക്കണം. നാരദന്റെ വാക്ക് വിശ്വസിക്കരുത് മഹാരാജൻ. ഇവൻ ചതിയനാണ്.
ലീലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നാരായണ നാരായണ, പാപികളുടെ ഇടയിൽ സജ്ജനവും പാപിയാകും. പോകാം നാരദ, പോകാം. നാരായണ നാരായണ നാരായണ. അങ്ങ് അനുവദിച്ചാൽ സ്വർഗത്തിൽ ആക്രമണം തുടങ്ങാം മഹാപ്രഭു. തീർച്ചയായും സ്വർഗത്തിൽ ആക്രമണം തുടങ്ങാം. തുടങ്ങാം. താരകാസുരൻ സ്വർഗത്തെ ആക്രമിക്കുമെന്നോ? അശുഭ വാർത്തയാണ് ദേവരാജ. നമ്മൾ എന്ത് അഹിതമാണ് ചെയ്തത് ദുഷ്ടൻ താരകാസുരന്? ദേവരാജ, അസുരന്മാർ ഹിതാഹിതങ്ങൾ എവിടെ നോക്കുന്നു? ബ്രഹ്മദേവൻ അവനെ എന്നേക്കുമായി സ്വർഗത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തതല്ലേ? പക്ഷെ അവൻ ഈ സാഹസത്തിന് എങ്ങനെ മുതിർന്നു? അവൻ സ്വർഗത്തിൽ ആക്രമണം നടത്താൻ തീരുമാനിച്ചെന്നോ? സാഹസമല്ല, ദുസ്സാഹസമാണത്. പക്ഷെ ഇനി എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കാനാ? എങ്ങനെ സംഭവിക്കാനാ? ഈ ചോദ്യങ്ങൾ ആത്മവിശ്വാസത്തിന്റെ അഭാവമാണ് കാണിക്കുന്നത് അഗ്നിദേവ. ആത്മവിശ്വാസത്തിന്റെ അഭാവം മനസ്സിനെ വികലമാക്കുന്നു. പുരുഷാർത്ഥം നേടുവാൻ ഇച്ഛിക്കുന്ന വ്യക്തികൾ പ്രതികൂല പരിതസ്ഥിതിയെ ഭയപ്പെടുന്നില്ല, മറിച്ച് അതിനെ സ്വന്തം കാൽക്കീഴിലാക്കി ധർമ്മത്തിന്റെ പാതയിൽ മുന്നേറുന്നു. ഗുരുവര, പരിതസ്ഥിതി പ്രതികൂലം മാത്രമല്ല, ചകിതവുമാണ്. താരകാസുരൻ സ്വർഗത്തെ ആക്രമിക്കുവാൻ വരുന്നു. ഗുരുദേവ, നമുക്കിനി ബ്രഹ്മദേവന്റെ അടുത്ത് പോയേ തീരൂ. ദേവരാജ, വിധാതാവ് സഹായം നൽകാറുള്ളത് സ്വയം സഹായിക്കുന്നവർക്ക് മാത്രമാണെന്നറിയാമോ? അതായത്? സ്പഷ്ടമാക്കാം ദേവരാജ. ഭയഭീതരും ആക്രമിക്കപ്പെട്ടവരുമായ ദേവന്മാർ തങ്ങളുടെ ശക്തിയുടെ പ്രയോഗം താരകാസുരനെതിരായി ഒരിക്കലും ഉപയോഗിച്ചില്ല. ദേവന്മാരുടെ ഭീരുത്വം കൊണ്ട് താരകാസുരൻ കൂടുതൽ ശക്തിശാലിയായി തീർന്നിരിക്കുന്നു. അങ്ങനെ ദുഷ്ടന്മാരെ ഭയന്ന ഭീരുക്കളാകുന്ന സജ്ജനം ദുഷ്ടന്മാരെ കൂടുതൽ ദുഷ്ടന്മാരും ശക്തിശാലികളുമാക്കുന്നു. അതാണ് സത്യം ഗുരുവര, അത് തന്നെ സത്യം. ഭയഭീതരും ആശങ്കാകുലരുമാകേണ്ടതിന്റെ ആവശ്യമില്ല ദേവരാജ. വരദാനം താരകാസുരൻ തന്റെ തപോബലം കൊണ്ട് നേടിയതാണ്. ബ്രഹ്മദേവൻ അതിപ്രസന്നനായി അവന്റെ സാത്വിക ഭാവം അഥവാ സദ്ഭാവനയ്ക്കായി നൽകിയതല്ല. നൽകിയതോ നേടിയതോ എന്തായാലും ഗുരുവര, താരകാസുരന് ബ്രഹ്മദേവന്റെ വരമുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കൃപ ലഭിച്ചിട്ടുണ്ട്. താരകാസുരന് നൽകിയ കൃപാഹീനമായ വരത്തിന്റെ ഭേദം പ്രകടമായതാണ്. ബ്രഹ്മദേവൻ താരകാസുരന് സ്വർഗത്തിൽ നിന്ന് ഓടിച്ചല്ലോ. അതോടെ അദ്ദേഹം സ്പഷ്ടമാക്കി, അദ്ദേഹം നിങ്ങളോടൊത്താണ്, നിങ്ങളുടെ പക്ഷത്താണ്. ഒപ്പം അദ്ദേഹത്തിന്റെ ആശീർവാദവും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ആ സ്ഥിതിക്ക് നിങ്ങളെല്ലാവരും സ്വന്തം ശക്തി പ്രദർശിപ്പിച്ച് താരകാസുരന് ഉഗ്രമായ ദണ്ഡന നൽകണം. അവൻ മേലിൽ സ്വർഗത്തെക്കുറിച്ച് ആലോചിക്കുവാൻ കൂടി പാടില്ല. അങ്ങനെ തന്നെ ഗുരുദേവ, ഞങ്ങൾ അത് തന്നെ ചെയ്യും. നമ്മൾ അത് തന്നെ ചെയ്യണം. അതായത് നമ്മൾ താരകാസുരന്റെ അതിക്രമത്തിന് ഉത്തരം നൽകുവാൻ തയ്യാറെടുക്കണം. തീർച്ച മേഘദേവ, തീർച്ച. നാം താരകാസുരന്റെ ആക്രമണത്തിന് കഠിനവും കഠോരവുമായ ഉത്തരം നൽകും. വായുദേവ, നമ്മുടെ പ്രവൃത്തി ആരംഭിക്കാം. കൽപ്പന പോലെ.
ഞാൻ വായുദേവനാണ്. വായു എന്റെ അധീനത്തിലാണ്, നിന്റെയല്ല. നോക്ക്, അഗ്നി എന്റെ അധീനത്തിലാണ്. ഞാനാണ് അഗ്നിദേവൻ. ഇതാ നോക്ക്.